PTA പ്രസിഡന്റ് ജോസ് ആന്റണി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജോസ് ആന്റണി, ഒരു സ്കൂളിലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു തേവലക്കരയിൽ സംഭവിച്ചത്. ഇപ്പോൾ ഇതാ സർക്കാരിന്റെ നടപടി വരുന്നു. സർക്കാർ തന്നെ സ്കൂളിനെ ഏറ്റെടുക്കുകയാണ്, മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടുകൊണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് സ്വാഭാവികമായും ഒരു രക്ഷിക്കൽ നടപടിയിലേക്ക് എത്തുകയാണ്. കാരണം ഇത് വളരെ പ്രഗത്ഭരായിട്ടുള്ള CPM-ന്റെ നേതാക്കൾ മാനേജരായി ഭരിച്ചിരുന്ന സ്കൂളാണ്. CP കരുണാകരൻപിള്ള തൊട്ട് താഴേക്ക് ഒട്ടനവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ മാനേജ്മെന്റ് ഭരണസാരഥ്യം വഹിച്ചിരുന്ന സ്കൂളാണ്. അക്കാലത്തൊന്നും അവരാരും അത്തരത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, സ്കൂളിന്റെ നില മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ നിലവിലെ മാനേജരെയും മാനേജ്മെന്റ് കമ്മിറ്റിയെയും പിരിച്ചുവിട്ട നടപടി എടുത്തുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു മുഖരക്ഷിക്കൽ നടപടിയിലേക്ക് പോയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്ക് ആ ചിത്രങ്ങളിലൊക്കെ അന്നു മുതലേ ഉള്ള ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് ആ ലൈൻ കമ്പി അങ്ങനെ പോകുന്നത്. ഇതിപ്പോൾ ആദ്യ സമയം മുതൽ തന്നെ സ്കൂൾ അധികൃതർ KSEB പറയുന്നു, KSEB പഞ്ചായത്തിനെ പറയുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തല്ല, ഇതിന് മുൻപുണ്ടായിരുന്ന മാനേജ്മെന്റിന്റെ കാലത്ത് തന്നെ അത് സംഭവിച്ചതാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഇത്രയും കാലമായിട്ടും ഇത് ആരും കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഒരു നടപടി എടുക്കാമായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും അത് കഴിഞ്ഞ 40 വർഷക്കാലങ്ങൾക്ക് അധികമായിട്ട് ഈ ലൈൻ കമ്പി അതുവഴി പോകുന്നതാണ്. 40 വർഷക്കാലത്തിൽ കൂടുതലായി. ആ കാലങ്ങളിൽ ഒട്ടനവധി ഭരണസമിതികൾ ഇങ്ങനെ മാറി മാറി വന്നിരുന്നു. അതൊരു വ്യക്തിക്ക്, ഒരു വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോയ ലൈനാണിത്. അപ്പൊ അത് കൊടുക്കാനുള്ള ഇടപെടലുകളൊക്കെ നടന്നത് പഴയ മാനേജ്മെന്റുകളുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ അത്തരത്തിലായിരുന്നത് കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് പിന്നീട് അത് വിച്ഛേദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ അത് കേബിൾ ഇട്ട് സംരക്ഷിക്കുന്നതിനുള്ള നടപടിയിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ കാലാകാലങ്ങളിൽ ഇരുന്ന മാനേജ്മെന്റാണ്. കാരണം എയ്ഡഡ് സ്കൂളുകളുടെ അധികാരം എന്ന് പറയുന്നത് മാനേജ്മെന്റിനാണ്. മാനേജ്മെന്റിൽ മാത്രം നിക്ഷിപ്തമായ അധികാരങ്ങളുള്ള ആണ് എയ്ഡഡ് സ്കൂള്. അപ്പൊ തീർച്ചയായിട്ടും ആ മാനേജിംഗ് കമ്മിറ്റി അന്ന് കാലാകാലങ്ങളിൽ, ഇപ്പൊ നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിയെ മാത്രം നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് ഈ ലൈൻ അതുവഴി കടന്നു പോകുന്നതാണ്. ഒരു വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് പോയ ലൈനാണ്. വളരെ നന്ദി ശ്രീ ജോസ് ആന്റണി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.